നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. സമയത്തിൻ്റെ അല്പം പരിധിയുണ്ടെങ്കിലും 8-ാം അധ്യായം നമുക്ക് ഇന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. 8-ാം അധ്യായം ബൈബിളുള്ള എല്ലാവരും എടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഈ 8-ാം അധ്യായം ഞാനിരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിപ്പാനിടയായി വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന വേദഭാഗം 9-ാമത്തെ വാക്യം തുടങ്ങിയാണ്. 9 തൊട്ടുള്ള ഭാഗമാണ്. 9 തൊട്ട് പ്രത്യേകിച്ച് അതിൻ്റെ 13 വരെയുള്ള 12, 9, 10, 11, 12 അത് വ്യാഖ്യാനിപ്പാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ സാധിക്കും പല ദുരുപദേശങ്ങൾക്കുമൊക്കെ കാരണമാകുവാനിടയായ ഒരധ്യായമാണ് 8-ാം അധ്യായം. നമുക്ക് ശാന്തമായിട്ട് ഈ 8-ാം അധ്യായം ഇന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, പഴയ നിയമങ്ങൾ രേഖപ്പെടുത്തിയത് എബ്രായ ഭാഷയിലാണ്. ദാനിയേലിൻ്റെ പുസ്തകവും എബ്രായ ഭാഷയിലാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം തുടങ്ങി 7-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ ദൈവം അത് കൽദയ ഭാഷയിലാണ് എഴുതിയത്, ദൈവം എഴുതിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ദാനിയേലിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം തുടങ്ങി 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ എബ്രായ ഭാഷയിലും 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം തുടങ്ങി 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം 28-ാം വാക്യം വരെ കൽദയ ഭാഷയിലും രേഖപ്പെടുത്തിയിട്ട് 8-ാം അധ്യായം തുടങ്ങി 12-ാം അധ്യായം വരെ വീണ്ടും എബ്രായ ഭാഷയിലാണ് ദൈവം എഴുതിയത്. നമുക്കറിയാം, ദാനിയേൽ ജീവിച്ചിരുന്ന കാലഘട്ടം പ്രാരംഭമായി വെളിപ്പാട് കൊടുക്കുമ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഔന്നത്യം, അവരുടെ ഭാഷയായിരുന്നു കൽദയ ഭാഷ. ജാതീയ ഭരണം ആരംഭിച്ച് ദൈവം യഹൂദൻ്റെ കയ്യിൽ നിന്ന് ഭരണം ജാതികൾക്ക് കൊടുത്തപ്പോൾ ലോക ജാതികളെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയ അധ്യായം 2-ാം അധ്യായവും 7-ാം അധ്യായവും നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. 2-ാം അധ്യായത്തിൽ 4 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബിംബവും 7-ാം അധ്യായത്തിൽ 4 ഘോരമൃഗങ്ങളിൽ കൂടെ ഭൂമിയിൽ ഉത്ഭവിക്കുന്ന 4 സാമ്രാജ്യങ്ങളെക്കുറിച്ച് ദൈവം 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും വെളിപ്പെടുത്തിയപ്പോൾ ദൈവം അത് എഴുതുവാൻ അനുവദിച്ചത് ജാതികളുടെ ഭാഷയായ കൽദയ ഭാഷയിലാണ്. പുറജാതികൾക്ക് കൂടെ വായിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിലാണ് ആ ഭാഗം എഴുതിയത്. എന്നാൽ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8 തൊട്ട് 12 വരെയുള്ള ഭാഗങ്ങൾ എബ്രായ ഭാഷയിലാണ് രേഖപ്പെടുത്തിയത്. അത് പ്രത്യേകാൽ യഹൂദനുള്ള ബന്ധത്തിൽ, യഹൂദൻ്റെ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ, യഹൂദന് എതിരായിട്ട് എഴുന്നേൽക്കുന്ന ഒരു ശത്രുവിനുള്ള ബന്ധത്തിൽ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ അത് എബ്രായ ഭാഷയിൽ എഴുതുവാനായിട്ട് ദൈവം അനുവദിച്ചു. നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ ഭാഗങ്ങളിലൊന്നും ദാനിയേലിൻ്റെ പുസ്തകത്തിലൊന്നും സഭയെക്കുറിച്ചോ ആ സഭയോടുള്ള ബന്ധത്തിലുള്ള ഉപദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഉടനീളം ചില ധാർമ്മികമായ പാഠങ്ങളൊക്കെ നമുക്ക് ബാബിലോൺ രാജ്യത്തെക്കുറിച്ചും അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തതുപോലെ ബെൽസസറിൻ്റെ വിരുന്നിനോടുള്ള ബന്ധത്തിലുമൊക്കെ നമുക്ക് ചില മോറൽ സ്റ്റോറീസ് നമുക്കതിൽ നിന്ന് അടർത്തിയെടുക്കാം എന്നുള്ളതല്ലാതെ സഭയെക്കുറിച്ച് യാതൊരു പരാമർശമോ ദൈവസഭയുള്ള ബന്ധത്തിൽ ഒരു ഉപദേശമോ ഈ വേദഭാഗങ്ങളിൽ ഒന്നുമില്ല. ഇത് നമ്മൾ ഓർത്തു, ഇറ്റ് ഈസ് പ്യുവർ പ്രോഫറ്റിക്കൽ ട്രൂത്ത്സ്. ഇത് സമ്പൂർണമായ പ്രവചന സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഏറിയ പങ്ക് ആളുകളും പഠിക്കുവാനും ശ്രദ്ധിക്കാനും തുനിയാത്തത്. കാരണം സാമാന്യ ഭാഗങ്ങൾ വായിക്കുന്ന പോലെ വായിച്ചാൽ ഗ്രഹിപ്പാൻ കഴിയില്ല. കാരണം ഇത് ചരിത്രത്തോടും മാത്രമല്ല ദൈവം വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിച്ച സമയത്ത് മാത്രം മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു പ്രവചന ഭാഗവുമായിട്ട് ഇതിരുന്നു. എന്നാൽ ഇന്ന് നമുക്കിത് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മൾ വളരെ ധന്യരാണ്. കാരണം എത്രയോ നൂറ്റാണ്ട് മുമ്പ് പ്രവാചകന്മാരിലൂടെ ദൈവം അത് വെളിപ്പെടുത്തിയത് ഇന്ന് നമുക്കിരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനകൾ പരിശോധിക്കുമ്പോൾ നമ്മളൊരു വിധത്തിൽ ധന്യരായി മാറുകയാണ്. നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രിയ ജിജി ഓർപ്പിച്ച പോലെ നമുക്ക് നേരത്തെയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ 4 ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ 2 സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ചും. ഈ 2 രാജ്യങ്ങൾ യഹൂദനോടുള്ള ബന്ധത്തിൽ ചരിത്രത്തിൽ അതിപ്രധാനമാണ്. അനേക വർഷങ്ങളെ അവർ സ്വാധീനിച്ചു കൊണ്ടിരുന്ന 2 രാഷ്ട്രങ്ങളാണ്. ഓൾമോസ്റ്റ് 200 വർഷം വാസ്തവത്തിൽ അവരുടെ ചരിത്രത്തെ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന സിറിയയുമായിട്ട് തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഈജിപ്തുമായിട്ട്
അവർ പോര് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് മുഴുവൻ ഇസ്രയേലിൻ്റെ മണ്ണിൽ കൂടെ നടത്തിക്കൊണ്ടിരുന്നു. അതിലൊരു രാജ്യമാണ് സിറിയ. ആ സിറിയയുള്ള ബന്ധത്തിൽ നമുക്ക് പഠനങ്ങൾ ആരംഭിച്ച് കിട്ടുന്നൊരു അധ്യായമാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധയോടുകൂടെ നോക്കുവാനായിട്ട് നമുക്ക് തുനിയാം. നമുക്ക് 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വേദഭാഗം ഒന്ന് വായിച്ചിട്ട് ഈ പരിശുദ്ധാത്മാവ് ആ ഭാഗം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. ആ ഭാഗം അതുകൊണ്ട് വ്യാഖ്യാനിപ്പാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ദാനിയേൽ എന്ന എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ശേഷം ബെൽഷസ്സർ രാജാവിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാട്ടെ, ബെൽഷസ്സർ രാജാവിൻ്റെ 3-ാം വർഷത്തിൽ ലഭിച്ച വെളിപ്പാടാണ്. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കി. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ബാബേൽ രാജാവായ ബെൽഷസ്സറിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേലിനൊരു സ്വപ്നം കണ്ടു. 7-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് നമ്മളിവിടെ വായിക്കുന്നത് ബെൽഷസ്സർ രാജാവിൻ്റെ 1-ാം ആണ്ടിൽ ലഭിച്ച വെളിപ്പാടാണ്. എന്നാൽ 8-ാം അധ്യായം വന്നത് ഈ 7-ാം അധ്യായം കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് കിട്ടുന്ന വെളിപ്പാടാണ്. കാരണം ബെൽഷസ്സറിൻ്റെ 3-ാം ആണ്ടിൽ ലഭിച്ച വെളിപ്പാടാണ്. 2 വർഷം കൂടെ കഴിഞ്ഞു. 7-ാം അധ്യായം വെളിപ്പാട് കിട്ടി, 2 വർഷം കൂടെ കഴിഞ്ഞാൽ 8-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് വരുന്നത്. ഇനി ഇവിടെ നോക്കാം. ഞാൻ ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂശാൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു. ഈ പ്രവാചകൻ ദാനിയേൽ ഊലായി നദീതീരത്ത് നിൽക്കുകയാണ്. എവിടമാണ് ഈ സ്ഥലം? ഏലാം സംസ്ഥാനം. ഏലാം സംസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈലാൻഡ്സ് ഓഫ് ഈസ്റ്റ് ഓഫ് ബാബിലോൺ. അതായത് ബാബിലോണിൻ്റെ ഈസ്റ്റേൺ പാർട്ട്, കിഴക്ക് ഭാഗമാണ് ഈ ഏലാം സംസ്ഥാനമെന്ന പ്രദേശമെന്ന് അറിയപ്പെട്ടിരുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യ തുടങ്ങി അത് സ്ട്രെച്ച് ചെയ്ത് പേർഷ്യൻ ഗൾഫ് വരെ കിടക്കുന്ന ആ കിഴക്കിൻ്റെ പ്രദേശമാണ്. ഇന്ത്യൻ സംസ്ഥാനം തുടങ്ങി ആ പേർഷ്യൻ സംസ്ഥാനം വരെ കിടക്കുന്ന ആ പ്രദേശത്തിനാണ് ഏലാം സംസ്ഥാനം അല്ലെങ്കിൽ ഭൂമി എന്ന് പറഞ്ഞിരുന്നത്. നമ്മളിത് എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ആ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ഥലത്തുള്ള ബന്ധത്തിൽ നമ്മളത് ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും താൻ കണ്ട ദർശനം നോക്കുക. 3-ാം വാക്യം. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതുമായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്ന ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിൻ്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നവനും ആരുമില്ലായിരുന്നു. അതിഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോന്നു. ഇവിടെ നോക്കുക, ഒരു ആട്ടുകൊറ്റൻ, എ റാം, 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ. ഒരു കൊമ്പ് മറ്റേതിലും അധികം നീണ്ടിരിക്കുന്നു. അത് 3 സ്ഥലത്തോട് പ്രത്യേകം ഇടിച്ചുകൊണ്ടിരുന്നു. അതിഷ്ടം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം? ഒരു ദൂതൻ ഗബ്രിയേല് ദാനിയേലിന് ഇത് എന്താണെന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. 20-ാം വാക്യം നോക്കിയാട്ടെ. 20-ാം വാക്യം വളരെ വ്യക്തമായിട്ട് സംശയമില്ലാതെ അവിടെ ഒരു കാര്യം തെളിയുന്നു. 20-ാം വാക്യം, 2 കൊമ്പുള്ളതായ നീ കണ്ട ആട്ടുകൊറ്റൻ പാർശ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. പാർശ്യ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ പേർഷ്യൻ കിങ്സ്. അപ്പോൾ 2 കൊമ്പുള്ള ഈ ആട്ടുകൊറ്റൻ അല്ലെങ്കിൽ എ റാം. നമുക്കറിയാം, പേർഷ്യയുടെ എംബ്ലം തന്നെ ചരിഞ്ഞു കിടക്കുന്ന ഒരു റാമിൻ്റെ ആട്ടുകൊറ്റൻ്റെ എംബ്ലമാണ്. അവരിറക്കിയിട്ടുള്ള നാണയങ്ങളിലും മറ്റും അത് വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നും അത് കണ്ടു മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചരിഞ്ഞു കിടക്കുന്ന ഒരാട്ടുകൊറ്റൻ്റെ എംബ്ലമാണ് പേർഷ്യൻ എംബ്ലം. ഇവിടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ച വേദഭാഗങ്ങളിൽ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഭരണം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് വരുന്ന ഭരണകൂടമാണ് പേർഷ്യൻസിൻ്റെയും അതുപോലെ മേദ്യരുടെയും. മേദ്യരും പേർഷ്യനും കൂടെ ചേർന്ന് ലോകത്തിൽ 2ാമത്തെ ഔന്നത്യത്തിലേക്ക് ഉയർന്നു വന്ന ലോക സാമ്രാജ്യമാകുന്നു. വളരെയധികം സൈന്യമുള്ള ഒരു രാജ്യമായിരുന്നുവെന്ന് നാം ചിന്തിക്കുന്നു. 6 ലക്ഷത്തോളം സൈന്യം തന്നെയുണ്ട്, വലിയ സൈന്യമുള്ള 2 മേദ്യരും പാർശ്വനും കൂടെ ചേർന്ന് പടുത്തുയർത്തിയ വലിയൊരു സാമ്രാജ്യം. അതിൽ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ചിന്തിച്ചു, നമ്മൾ ആ ബിംബത്തിൽ പഠിക്കുകയുണ്ടായി. ബിംബത്തിൽ നമ്മൾ ഓർമ്മയുണ്ട്, 2 കൈയുള്ള വെള്ളി കൊണ്ടുള്ള കൈകൾ, നെഞ്ച് വെള്ളി, 2 കരം. നോക്കുക, ദൈവാത്മാവ് അത് കാണിച്ചെന്ന് ശ്രദ്ധിക്കുക. തല തങ്കം കൊണ്ടുള്ള ബാബിലോൺ രാജാവാണെങ്കിൽ നെഞ്ചും കൈയും 2 കൈകൾ മേദ്യരും പാർശ്വരും അത് വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ബാബിലോൺ തലയായിരിക്കുന്ന ബാബിലോണെക്കാട്ടിൽ അല്പം കൂടെ ഇൻഫീരിയറായ ഒരു സാമ്രാജ്യം.
നമ്മളത് ചിന്തിക്കുകയുണ്ടായി. എന്താണെന്നും ചിന്തിച്ചുകൊണ്ട് നമ്മളത് വിടുന്നുണ്ട്. അതിൻ്റെ പിന്നത്തെ വ്യാഖ്യാനം നമുക്ക് കിട്ടിയത് 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ 4 ഘോരമൃഗങ്ങൾ ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ട് കയറി വരുന്നത് കണ്ടു. അതിൽ 7-ന്റെ 5 നമ്മൾ കണ്ടു ഒരു കരടി, അതിൻ്റെ ഒരു പാർശ്വം ഉയർന്നു നിൽക്കുന്നു. ഇവിടെ നോക്കുക, 2 ആ റാമിൻ്റെ ആട്ടുകൊറ്റൻ്റെ 2 കൊമ്പിൽ ഒരു കൊമ്പ് നീണ്ടിരിക്കുന്നു. നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ആ കരടിയിൽ കൂടെ ദൈവം വീണ്ടും ദാനിയേലിന് ഈ പേർഷ്യയുടെയും മേദ്യരുടെയും ഭരണകൂടത്തെ വെളിപ്പെടുത്തി തന്നപ്പോൾ അവിടെ നമ്മൾ വായിക്കുകയുണ്ടായി. നോക്കുക, 7-ന്റെ 5, രണ്ടാമത്തേത് കരടിയോട് സദൃശമായി മറ്റൊരു മൃഗം കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും ഒരു പാർശ്വം ഉയർന്നിരിക്കുന്നു. കാരണം എന്നാ, മേദ്യരെക്കാശിൽ അല്പം കൂടെ ശക്തിയുള്ളവരായിരുന്നു പേർഷ്യൻസ്. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എത്രയോ നൂറ്റാണ്ട് മുമ്പ് ചരിത്രത്തിൽ ആശ്ചര്യമായി സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് വരച്ചു തരികയാണ്. ദൈവം വീണ്ടും വീണ്ടും ആ സത്യം ആവർത്തിച്ച് പറയുന്നു. കരടിയുടെ ഒരു വശം ഉയർന്നിരുന്നു, അതിൻ്റെ വായിൽ 3 വാരിയൽ കടിച്ചു പിടിച്ചിരുന്നു. നമുക്കതിൻ്റെ വ്യാഖ്യാനം ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ കണ്ടു ഈ ആട്ടുകൊറ്റൻ പാർശ്വരാജമാണെന്നുള്ളത് 20-ാം വാക്യത്തിൽ തെളിഞ്ഞു. നോക്കുക, ഈ കരടിയുടെ വായിൽ 3 വാരിയൽ ഉണ്ടായിരുന്ന പോലെ നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ ആട്ടുകൊറ്റൻ 3 ഭാഗത്തോട്ടിടിക്കുന്നു. 3 ഭാഗത്തോട്ടിടിക്കുന്നു. നോക്കിയേ, പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്ന ഞാൻ കണ്ടു. 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ആ കരടിയിൽ കൂടി അത് പ്രദർശിപ്പിച്ചപ്പോൾ അതിൻ്റെ വായിൽ 3 വാരിയലുണ്ട്. ദൈവം വളരെ വ്യക്തമായിട്ട് അത് കാണിച്ചു തന്നു. നമ്മൾ 3 വാരിയലിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. അതായത് മേദ്യരും പാർശ്വരും കൂടെ പിടിച്ചെടുത്ത 3 ലോകത്തിൻ്റെ ഭൂപ്രദേശത്തെ നമ്മൾ കാണുകയുണ്ടായി. അവർ ബാബിലോൺ പിടിച്ചെടുത്തു, അവർ ലിബിയ പിടിച്ചെടുത്തു, അവർ ഈജിപ്റ്റ് പിടിച്ചെടുത്തു. ഇനി ഒരു ഭൂപടം വെച്ചുകൊണ്ട് നമ്മളതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, കുറേ നേരം ഇരുന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് താല്പര്യം തോന്നും. ഞാനതിൽ മാപ്പുകളൊക്കെ വെച്ചിട്ട് നോക്കുകയായിരുന്നു. നമുക്ക് വളരെ ശ്രദ്ധിച്ച് കുറേ നേരം ഇരിക്കാൻ തോന്നും. ദൈവം അത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ ആട്ടുകൊറ്റൻ പടിഞ്ഞാറ്റോട്ടിടിച്ചെന്ന് പറയുമ്പോൾ നോക്കുക, ഈ പേർഷ്യൻസ് എഴുന്നേറ്റ് വന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ബാബിലോൺ. അത് ആക്രമിച്ച് അവർ സിറിയ വരെ അവർ പിടിച്ചെടുത്തു, പടിഞ്ഞാറ്റോട്ടിടിച്ചു. രണ്ടാമത് ആട്ടുകൊറ്റൻ വടക്കോട്ടിടിച്ചു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, മാപ്പ് വെച്ച് ശ്രദ്ധിച്ചാൽ, ലിബിയെ ആക്രമിച്ചവർ അർമീനിയ വരെ ഈ പേർഷ്യൻ സാമ്രാജ്യം അത് വിപുലമാക്കി. അപ്പോൾ കൃത്യമായിട്ട് വടക്കോട്ടിടിച്ചു. 3 നമ്മൾ വായിച്ചു, തെക്കോട്ടിടിച്ചു. നോക്കുക, ആ രാജ്യത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ ഈജിപ്തിനെ ആക്രമിച്ച് അത് എത്യോപ്യ വരെ പിടിച്ചെടുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര കൃത്യമായിട്ടാണ് നോക്കുക. 2ാമത് ലോകത്തിൽ എഴുന്നേറ്റ് വന്ന സാമ്രാജ്യം അത് പടിഞ്ഞാട്ടോട്ടിടിച്ച് ബാബിലോണെ ആക്രമിച്ച് സിറിയ വരെ കടന്നു പോകുന്നതും, വീണ്ടും ദൈവം എഴുതി വടക്കോട്ടിടിക്കുന്ന കണ്ടു. അത് ലിബിയെ ആക്രമിച്ച്, വടക്ക് കിടക്കുന്ന ലിബിയെ ആക്രമിച്ച് അർമീനിയ വരെ കടന്നുപോയി. വീണ്ടും പരിശുദ്ധാത്മാവ് എഴുതി അത് തെക്കോട്ട് പിടിക്കുന്ന കണ്ടു. ഈജിപ്തിനെ ആക്രമിച്ച് എത്യോപ്യ വരെ തെക്ക് ഭാഗത്തോട്ട് ആ രാജ്യം കടന്നുപോയി. 3 സ്ഥലത്തോട്ട് അത് ഇടിച്ചു. ആ കരടിയുടെ വായിൽ 3 വാരിയല്ലേ. നമ്മൾ വളരെ കൃത്യമായിട്ട് അത് കണ്ടു. അത് പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രദ്ധിക്കാം. 5-ാം വാക്യം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ ആട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു വന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു, അതിനെ ഇടിച്ച് അതിൻ്റെ കൊമ്പുകൾ 2ഉം തകർത്തു കളഞ്ഞു. അതിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയായി. അതതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിൻ്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. അതിന് പകരം ആകാശത്തിൻ്റെ 4 കാറ്റിന് നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. 2ാമത്തെ സാമ്രാജ്യത്തെ ഇവിടെ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിച്ച ചരിത്രത്തിൽ 3ാമത്തെ സാമ്രാജ്യം ബാബിലോൺ കഴിഞ്ഞു, മേദ്യരും പാർഷ്യയും കഴിഞ്ഞു, പിന്നെ വരുന്നത് ഗ്രീക്ക് സാമ്രാജ്യമാണ്. ഇവിടെ പറഞ്ഞത് ഒരു കോലാട്ടുകൊറ്റനാണ്. ആദ്യം പറഞ്ഞത് ഒരു ആട്ടുകൊറ്റനാണ്. ഇത് 2 വ്യത്യാസമാണ്. എ റാം ആൻഡ് എ ഹീ ഗോട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോട്ടാണ്, കോലാട്. ചെമ്മരിയാട് കോലാടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കോലാട്ടുകൊറ്റൻ, എ ഹീ ഗോട്ട്. വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ ഗ്രീക്കുകാരുടെ എംബ്ലം ഈ കോലാടായിരുന്നു. അതിൻ്റെ തെളിവാണ് അവരുടെ പട്ടണത്തിന് തന്നെ ഏഖ്യൻ സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റി ഉണ്ടായിരുന്നു. ഏഖ്യൻ എന്ന് പറഞ്ഞാൽ ഗോട്ട് സിറ്റി എന്നാണ്.
ഏഗ്യൻ കടലിടുക്ക്. അവിടെയുള്ള കടലിന് കൊടുത്തിരിക്കുന്ന പേര് ഏഗ്യൻ കടലിടുക്ക്. ഏഗ്യൻ കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ഗോട്ട് കടലിടുക്കുന്ന ഈ ഹാഡിൻ്റെ പേര് തന്നെയാണ് അവർ കൊടുത്തിരുന്നത്. ഈ പേരിൽ അവിടെ സിറ്റിയും ഈ പേരിൽ അവിടെ സമുദ്രവും ഉണ്ടായിരുന്നു, ഏഗ്യൻ സീ. ഇവിടെ നോക്കുക, ആ കോലാട്ടുകൊറ്റൻ ആരാണെന്ന് നോക്കിയാട്ടെ. അതിൻ്റെ 21-22 വാക്യത്തിൽ ദൈവം വ്യാഖ്യാനിച്ചിരുന്ന ശ്രദ്ധിക്കുക. 21-22 വാക്യം. പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവനരാജാവും, യവനരാജാവ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് രാജാവ്, അതിൻ്റെ കൊമ്പുകളുടെ നടുവിൽ വലിയ കൊമ്പ് ഒന്നാമത്തെ രാജാവുമാകുന്നു. അത് തകർന്ന ശേഷം അതിനു പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം ആ ജാതികളിൽ നിന്ന് ഉത്ഭവിക്കും, അതിൻ്റെ ശക്തിയോടല്ലതാനും. എത്ര വ്യക്തമായിട്ട് ദൈവം നമുക്ക് ഈ ഭാഗങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്കറിയാം, പേർഷ്യയുടെ സാമ്രാജ്യം തകർത്തത് അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യമാണ്. ഇവിടെ 1-2 ഭാഗങ്ങൾ മാത്രം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. 2-ാം അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, തങ്കം കൊണ്ടുള്ള തല, വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും, 2 കയറുകൾ, ഭേദ്യരും പാർശ്വരും. അതിൻ്റെ ശേഷം വന്നത് താമ്രം കൊണ്ടുള്ള അരയാണ്. നമ്മൾ ചിന്തിച്ചു, അലക്സാണ്ടറിൻ്റെ പടയാളികൾ താമ്ര പടച്ചട്ടയും താമ്ര പരിചയമാണ് അവർ പിടിച്ചിരുന്നത്. അതും ആ രാജ്യത്തുള്ള ബന്ധത്തിൽ പ്രത്യേകതയാണ്. ഇവിടെ കടന്നു വന്നപ്പോൾ കോലാട്ടുകൊറ്റൻ ഹീ ഗോട്ടെന്ന് പറഞ്ഞു. ആ രാജ്യത്തുള്ള ബന്ധത്തിൽ അവരുടെ എംബ്ലം ഗോട്ടായിരുന്നു. ആ രാജ്യം നിലനിന്ന കടലിടുക്കിന് പറഞ്ഞിരിക്കുന്ന പേര് ഏഗ്യൻ കടലിടുക്ക്, ഏഗ്യൻ സിറ്റി, ആ ഗോഡ് സിറ്റി എന്നും ഈ ആടിൻ്റെ പേരിൽ ആ സമുദ്രവും അറിയപ്പെട്ടിരുന്നു. 2-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ പുള്ളിപ്പുലി, 3ാമത് കയറി വന്ന മൃഗം പുള്ളിപ്പുലിയാണ്. 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പിന്നെ പുള്ളിപ്പുലിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. നോക്കുക, പുള്ളിപ്പുലി നമ്മൾ ഓർത്തു, മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വേഗത കൂടിയ മൃഗമാണ് പുള്ളിപ്പുലി. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ കോലാട്ടുകൊറ്റനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്, അതിൻ്റെ 5-ാം വാക്യത്തിൽ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. നോക്കുക, പുള്ളിപ്പുലിയുടെ അതിവേഗത കാണിക്കുമ്പോൾ ഇവിടെ ദൈവം നമുക്ക് എഴുതി തന്നു, നിലം തൊടാതെ പടിഞ്ഞാറ് നിന്ന് പാഞ്ഞു വരുന്ന കോലാട്ടുകൊറ്റൻ വീണ്ടും അതിൻ്റെ വേഗതയോടെ കാണിക്കുന്നു. നമുക്ക് ചരിത്രം അറിയാവുന്നതുകൊണ്ടും നേരത്തെ ചിന്തിച്ചിട്ടുള്ളതുകൊണ്ടും ഞാൻ ചുരുക്കി പറയട്ടെ, അലക്സാണ്ടറിൻ്റെ വളർച്ച ശ്രദ്ധിച്ചാൽ 12 വർഷം കൊണ്ട് അലക്സാണ്ടർ ലോകം മുഴുവൻ പിടിച്ചെടുത്തു. വെറും 12 വർഷം. ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ പോലെ നോക്കുക, 12 വർഷം കൊണ്ട് അതിശീഘ്രമായ കോലാട്ടുകൊറ്റനെ പോലെ ഇടിച്ച് നിരത്തിക്കൊണ്ട് താനത് പിടിച്ച് അടക്കുകയാണ്. നിലം തൊടാതെ തൻ്റെ ശീഘ്രത കാണിക്കുന്നു. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി, ഈ ആട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് വരികയാണ്. പടിഞ്ഞാറ് നിന്ന് വന്ന് ഊലായി നദീതീരത്ത് നിന്ന ആട്ടുകൊറ്റനെ, റാമിനെ ഇടിച്ച് തകർക്കുന്നു. നമ്മൾ ചിന്തിച്ചു, ഊലായി നദീതീരത്ത് നിന്ന റാം അല്ലെങ്കിൽ ആട്ടുകൊറ്റൻ പേർഷ്യൻ സാമ്രാജ്യമാണ്. ഇനിയും ജോഗ്രഫിക്കൽ സ്റ്റഡി നമ്മൾ നടത്തിയാൽ അലക്സാണ്ടർ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യം മനസ്സിലാ മാപ്പുള്ളവരെന്ന് ഓർത്ത്, പേർഷ്യൻ രാജ്യം എവിടെ കിടക്കുന്നു? അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം പേർഷ്യൻ രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് കിടക്കുന്നത്. ഗ്രീക്ക് ഇപ്പോഴും നിന്ന് മാപ്പ് എടുത്ത് അങ്ങനെ അവിടെ നിന്ന്, ആ പടിഞ്ഞാറ് നിന്ന് അലക്സാണ്ടർ പാഞ്ഞു വരുന്ന ചിത്രമാണ് പടിഞ്ഞാറ് നിന്ന് കോലാട്ടുകൊറ്റൻ വരുന്ന ചിത്രം. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ പോലും ദൈവം അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എത്ര കൃത്യമായിട്ട് ദൈവം അത് പറയുന്നു. പേർഷ്യയുടെ പടിഞ്ഞാറ് കിടക്കുന്ന വെസ്റ്റേൺ പാർട്ടിലാണ് ഗ്രീക്ക് കിടക്കുന്നത്. അലക്സാണ്ടർ തൻ്റെ രാജ്യം വിസ്തൃതമാക്കുവാൻ പേർഷ്യൻ സാമ്രാജ്യത്തെ നേരെ വരുന്നത് വാസ്തവമായി പടിഞ്ഞാറ് നിന്ന് വെസ്റ്റേൺ പാർട്ടിൽ നിന്നാണ് താൻ നിലം തൊടാതെ കടന്നു വരുന്നത്. നിലം തൊടാതെ കടന്നു വന്നു, തൻ്റെ വേഗതയെ കാണിക്കുന്നു. എന്നാൽ അതിൻ്റെ 8-ാം വാക്യം നോക്കിയാട്ടെ. 8-ാം വാക്യത്തിലെ കോലാട്ടുകൊറ്റൻ ഏറ്റവും ബലവത്തായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. നമ്മൾ ഈ ഭാഗത്ത് വായിച്ചപ്പോൾ കണ്ടു, ഈ കോലാട്ടുകൊറ്റൻ്റെ നെറ്റിയിൽ ഒരു കൊമ്പുണ്ട്. ആ കൊമ്പ് നമ്മളിവിടെ വ്യാഖ്യാനിച്ച് കിട്ടിയപ്പോൾ കണ്ടു, 21-ാം വാക്യത്തിൽ പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും ഗ്രീക്ക് രാജാവും അതിൻ്റെ കണ്ണുകളുടെ നടുവിലെ വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാകുന്നു. ആരായിരുന്നു 1-ാമത്തെ രാജാവ്? അലക്സാണ്ടറാണ്. അലക്സാണ്ടർ. എന്നാൽ അതിൻ്റെ 8-ാം വാക്യം വേണ്ടി ശ്രദ്ധിച്ചാട്ടെ. കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി ചേർന്നു, എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി. എത്ര സത്യമാണ്! അവൻ ബലപ്പെട്ടു. 12 വർഷം കൊണ്ട് ലോകത്തെ മുഴുവൻ പിടിച്ചെടുത്ത് താൻ ഏറ്റവും ബലപ്പെട്ടു. തനിക്കിനിയും പിടിച്ചെടുക്കുവാൻ രാജ്യങ്ങളില്ല എന്ന് പറഞ്ഞ് 33 വയസ്സ് മാത്രമുള്ളപ്പോൾ
തകർന്നുപോയി. അത് ഏറ്റവും ബലപ്പെട്ടപ്പോൾ തകർന്നുപോയി. അലക്സാണ്ടറിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി മുഴുവൻ പിടിച്ചെടുത്ത് 12 വർഷത്തിനുള്ളിൽ താൻ ഏറ്റവും ഔന്നത്യത്തിൽ വന്നപ്പോൾ ദൈവാത്മാവ് നേരത്തെ രേഖപ്പെടുത്തിയ പോലെ ആ കൊമ്പ്, ആദ്യത്തെ രാജാവ്, അവൻ തകർന്നുപോയി. നേരത്തെ നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അതിന് പകരം ആകാശത്തിൻ്റെ 4 കാറ്റിന് നേരെ 4 ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു പുള്ളിപ്പുലിക്ക് 4 തലയുണ്ടായിരുന്നു, ഇല്ലേ? 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്ന് കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുണ്ട്, പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു, മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. 4 തലയുള്ള പുള്ളിപ്പുലി. ഇവിടെ നമുക്ക് വന്നപ്പോൾ 1-ാമത്തെ കൊമ്പ് ഒടിഞ്ഞപ്പോൾ അതിന് പകരം 4 കൊമ്പ് മുളച്ചു വന്നു. നമ്മളതിൻ്റെ വ്യാഖ്യാനം ഗബ്രിയേൽ ദൂതൻ തരുന്നതെന്ന് ശ്രദ്ധിച്ചാട്ടെ. 22-ാം വാക്യം, കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവാകും. അത് തകർന്ന ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചു വന്നതോ 4 രാജ്യം ആ ജാതികളിൽ നിന്ന് ഉത്ഭവിക്കും, അതിൻ്റെ ശക്തിയോടല്ല താനും. പരിശുദ്ധാത്മാവ് ദൈവദൂതൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അലക്സാണ്ടർ തകർന്നപ്പോൾ അലക്സാണ്ടറിന് പകരം 4 രാജ്യങ്ങൾ എഴുന്നേറ്റ് വന്നു. നേരത്തെ നമ്മൾ പഠിച്ചതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ടോളമി ഈജിപ്റ്റ് വിഭാഗിച്ചെടുത്തു, സെലൂക്യ സിറിയ പിടിച്ചെടുത്തു, ലസിമാക്കസ് ത്രേസും ഏഷ്യയും പിടിച്ചെടുത്തു, കസാക്കസ് മാസിഡോണിയ പിടിച്ചെടുത്തു. എന്ത് ഭയങ്കരമായതൊക്കെ ഇല്ലേ? ലോകത്തിൽ ഏതെങ്കിലും ഗ്രന്ഥം ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ലോകത്തിൽ ഒരൊറ്റ ഗ്രന്ഥത്തിലും ചരിത്രങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പ് ഇത് വെളിപ്പെടുത്തിയിട്ടില്ലേ? എന്നാൽ ദൈവം എത്ര കൃത്യമായി അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തകർന്നു പോകുമെന്നും അലക്സാണ്ടറിന് ശേഷം സാമ്രാജ്യം 4ആയിട്ട് ഭാഗിക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ ഈജിപ്റ്റ്, സിറിയ, ഏഷ്യ മൈനർ, മാസിഡോണിയ എന്ന് 4ആയിട്ട് കൃത്യമായി അത് ഭാഗിക്കപ്പെട്ടു. ഇത് രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ള ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇനിയുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും വ്യാഖ്യാനിക്കാൻ ഏറ്റവും പ്രയാസവും മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു പോർഷനിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്ക് നോക്കാം. 9 തൊട്ട് ആദ്യം 12 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. അവയിൽ ഒന്നിൽ നിന്ന്, അതായത് അലക്സാണ്ടറിന്റെ സാമ്രാജ്യം തകർന്ന് 4 രാജ്യങ്ങളായി മാറി, അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹരദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ആകാശത്തിൻ്റെ സൈന്യത്തിൽ വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമം ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. ഇത്രയും വായിച്ചാൽ എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലേ? മനസ്സിലായില്ലെന്ന് മാത്രമല്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചാലും വളരെ ബുദ്ധിമുട്ടായിട്ട് ഈവൻ കമൻറ്റേറ്റേഴ്സിൻ്റെ ഇടയിൽ കിടക്കുന്നു. വളരെ ബുദ്ധിമുട്ട്. ഞാൻ വായിച്ചു, ഏറ്റവും ഇതുവരെയുള്ള വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിച്ചാൽ മിക്ക വ്യാഖ്യാതാക്കളും ഏകദേശം ഒരേ അഭിപ്രായത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ 9 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ, സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ പഠിച്ചില്ലെങ്കിൽ ആകെ തെറ്റിപ്പോകും. ഇവിടെ താഴോട്ട് ദൂതൻ വ്യാഖ്യാനിക്കുന്നത് നമുക്കൊന്ന് വായിച്ചിട്ട് ആ ഭാഗത്തിലേക്കൊന്ന് കടന്നു വരാം. 13 തൊട്ടുള്ള വാക്യം, അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമങ്ങളെയും ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അവനോട് 2300 സന്ധ്യയും ഉഷസും തെയ്യോളം തന്നെ. പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ആ ദർശനം കണ്ടിട്ട് അത്യന്തം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഗബ്രിയേലേ, ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഉലായി നദീതീരത്ത് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് വീണു. അവൻ എന്നെ തൊട്ടു എഴുന്നേൽപ്പിച്ച് നിർത്തി. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിൻ്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കാം. ഇത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. വീണ്ടും
23-ാം വാക്യത്തിൽ വരുമ്പോൾ, എന്നാൽ അവരുടെ അതിക്രമത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും വായുബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അനേക പ്രാവശ്യം ഈ ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു, ഈ പ്രവചനം അന്ത്യകാലത്തേക്കുള്ളതാണ്. അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവമുള്ള ഒരു രാജാവ് എഴുന്നേറ്റ് വരും. ഈ വ്യാഖ്യാനം വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കുന്നു, അന്ത്യകാലത്തേക്കുള്ളതാണ്. എന്നാൽ പ്രശ്നം ഇവിടെ ഉത്ഭവിച്ചത്, ഈ അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം നാലായിട്ട് ഭാഗിക്കപ്പെട്ടതിൽ നിന്ന് ഒരു കൊമ്പിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ചരിത്രം പഠിച്ചാൽ അലക്സാണ്ടറിൻ്റെ മരണശേഷം ഏകദേശം 120 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു വ്യക്തി എഴുന്നേറ്റ് വന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നിവർത്തിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2300 ഉഷസ്സും സന്ധ്യയും തികയ്ക്കുന്ന കാലഘട്ടവും തികച്ചു. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കമൻട്രികളും ഞാൻ പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോൾ നോക്കുക, ഒരു ഏറിയ പങ്ക് ആളുകളും വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇവിടെ എഴുന്നേറ്റ് വന്ന അലക്സാണ്ടറിൻ്റെ മരണശേഷം 120 വർഷം കഴിഞ്ഞപ്പോൾ സിറിയയിൽ നിന്ന്, നോക്കുക, സിറിയ എന്ന് പറയുന്നത് അലക്സാണ്ടർ സാമ്രാജ്യം നാലായിട്ട് വിഭാഗിക്കപ്പെട്ടപ്പോൾ ഒന്നാണ് സിറിയ. ആ സിറിയയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നത് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന യഹൂദൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വിരോധിയായി തീർന്ന ഒരു ഭരണകർത്താവാണ്. അദ്ദേഹം ഈ പ്രവചനം നിവർത്തിച്ചു എന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതെല്ലാം അന്ത്യോക്യസ് എപ്പിഫാനസിൽ നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇത് അന്ത്യകാലത്തേക്കുള്ള പ്രവചനമാണ്. മാത്രമല്ല ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ദേവാലയത്തെ മലിനീകരിക്കുന്ന, ശൂന്യമാക്കുന്ന അതിക്രമത്തെക്കുറിച്ചൊക്കെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദാനിയേൽ പ്രവചിച്ചതുപോലെ ശൂന്യമാക്കുക, നമ്മളെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് ഈ പ്രവചനത്തിൽ കാണുന്ന പോലെ അന്ത്യകാലത്ത് നിവർത്തിക്കപ്പെടണ്ടേ? എന്നാൽ നിങ്ങൾ വേണമെങ്കിൽ ദാനിയേലിൻ്റെ കമൻട്രികൾ പരിശോധിച്ചു കൊള്ളുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കമൻട്രികളിൽ ഏറിയ പങ്കാളുകളും വിശ്വസിക്കുന്നത് അന്ത്യോക്യസ് എപ്പിഫാനസ്, സിറിയയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് ഈ പ്രവചനം നിവർത്തിച്ചു വന്നാണ്. ഏതായാലും കമൻറ്റേറ്റേഴ്സിനിടയിൽ അത്ര പ്രബലമായ ഒരു എതിർപ്പുകളും വ്യാഖ്യാനവും ഉള്ളതുകൊണ്ട് എന്താണ് ഇദ്ദേഹം ചെയ്തതെന്നുള്ളത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പിന്നെയും കേൾക്കാൻ സാധിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ അലക്സാണ്ടർ സാമ്രാജ്യം നാലായിട്ട് കീറപ്പെട്ടു. അലക്സാണ്ടർ മരണശേഷം 120 വർഷം കഴിഞ്ഞപ്പോൾ സിറിയയുടെ പ്രദേശത്ത് ഒരു ഭരണകർത്താവ് എഴുന്നേറ്റ് വന്നു, അന്ത്യോക്യസ് എപ്പിഫാനസ്. അദ്ദേഹം യഹൂദനോട് ബദ്ധ ശത്രുവായിരുന്നു. പൈശാചിക ശക്തി നിറഞ്ഞൊരു മനുഷ്യനായിട്ട് യഹൂദനെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രാവശ്യം യെരുശലേമിനെ വളഞ്ഞുകൊണ്ട് 40,000 യഹൂദന്മാരെ കൊന്നു. 40,000 യഹൂദന്മാരെ അന്ത്യോക്യസ് എപ്പിഫാനസ് ഒരിക്കൽ യെരുശലേമിൽ കൊന്നു. 40,000 യഹൂദന്മാരെ കൊന്നെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പന്നിയെ കൊണ്ടുവന്ന് അവരുടെ യാഗപീഠത്തെങ്കിൽ അറുത്തു യാഗമർപ്പിച്ചു. അതിൻ്റെ ചോരയെടുത്തിട്ട് വിശുദ്ധ മന്ദിരത്തിലും വിശുദ്ധ സ്ഥലത്തും മറ്റും ഒഴിച്ച് അവിടെ മുഴുവൻ അദ്ദേഹം മലിനീകരിച്ചിട്ട് അദ്ദേഹം ഗ്രീക്ക് ദേവനായ ജൂപ്പിറ്ററിൻ്റെ ബിംബം കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചിട്ട് യഹൂദനോട് ആവശ്യപ്പെട്ടു നമസ്കരിപ്പാൻ. അത്ര യഹൂദനോട് ക്രൂരമായി പ്രവർത്തിച്ച ഒരു ഭരണകർത്താവായിരുന്നു അന്ത്യോക്യസ് എപ്പിഫാനസ്. എന്നാൽ ഈ മനുഷ്യൻ ഈ ബിംബം കൊണ്ടുവന്ന് അവിടെ നാട്ടി. ഈ ചെയ്ത പ്രവൃത്തികളെല്ലാം നമ്മൾ ഒന്നുകൂടെ പരിശോധിച്ചാൽ, പ്രവചനത്തോടുള്ള ബന്ധത്തിൽ പരിശോധിച്ചാൽ, ഇത് മുഴുവൻ അന്തിക്രിസ്തു ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അന്തിക്രിസ്തു അവൻ്റെ ദേവാലയം മലിനീകരിക്കും, യഹൂദനെ ഉപദ്രവിക്കും, അവൻ്റെ ബിംബം നാട്ടും, അവനെ നമസ്കരിക്കാൻ പറയും. എന്നാൽ ഇവിടെ ഈ പറഞ്ഞത് അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തിലേക്ക് വീണ്ടും കടന്നു വരാം. ഇന്ന് യഹൂദൻ ആചരിക്കുന്ന ഒരു ആചാരത്തിന് വാസ്തവത്തിൽ അതിൻ്റെ ആരംഭം കുറിച്ചത് ഈ 9-ാം വാക്യം തുടങ്ങിയുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, യഹൂദൻ്റെ ഫീസ്റ്റ് ഓഫ് ഹനൂക്ക, ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഉത്സവം അവരുടെ മധ്യത്തിലുണ്ട്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം. നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്ത് ആദ്യത്തെ 8 ദിവസം അവർ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ഫീസ്റ്റ് ഓഫ് ഹനൂക്ക അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ. 1-ാം ദിവസത്തിൽ 1 മെഴുകുതിരി കത്തിക്കും, 2-ാം ദിവസം 2 മെഴുകുതിരി കത്തിക്കും,
മൂന്നാം ദിവസം 3 കത്തിക്കും. അങ്ങനെ 8-ാം ദിവസം വരുമ്പോൾ 8 മെഴുകുതിരി യഹൂദൻ കത്തിക്കും. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് ദേവാലയം മലിനീകരിച്ചു. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ദേവാലയം ശുദ്ധീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. 13-ാം വാക്യം, അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്ന ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് ദർശനം കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈ മാലിന്യത, ദേവാലയം മലിനപ്പെടുത്തുന്നത്, ഹോമയാഗം നിർത്തുന്നത് എത്രത്തോളം, ഹൗ ലോങ് ഇറ്റ് വിൽ ബി, യഹൂദൻ്റെ ഈ ആരാധന നിർത്തുന്നതും എത്ര കാലത്തേക്കാണെന്ന് പറഞ്ഞപ്പോൾ അതിനവൻ എന്നോട് 2300 സന്ധിയും ഉഷസും തികയുവോളം തന്നെ, പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. അപ്പോൾ ഈ ദേവാലയം മലിനീകരിച്ചിട്ട് പിന്നെ അവർക്ക് യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാൻ ദേവാലയം ശുദ്ധീകരിക്കണമെങ്കിൽ 2300 ദിവസമെടുക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സന്ധിയും ഉഷസും എന്താണ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ആൻഡ് മോർണിംഗ്, എക്സാക്ട്ലി 24 hours ഉള്ള 2300 ദിവസമാണ്. ഇനി രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് ദേവാലയം മലിനീകരിച്ച് പന്നിയെ യാഗപീഠത്തിൽ അർപ്പിച്ച ശേഷം ജൂപ്പിറ്ററിൻ്റെ ബിംബം കൊണ്ടുവന്ന് നാട്ടിയിട്ട് ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന് യഹൂദനോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ യെരുശലേമിൻ്റെ പ്രാന്തപ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു വൃദ്ധനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജൂഡാസ് മക്കബേസ്. ജൂഡാസ് മക്കബേസിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഈ ജൂപ്പിറ്ററിനെ ഒരു യഹൂദൻ വണങ്ങുവാൻ നിർബന്ധിതനായി. കാരണം ഇയാൾ അയച്ച, അന്ത്യോക്യസ് എപ്പിഫാനസ് അയച്ച പടയാളി അവിടെ വന്നിട്ട് യഹൂദനോട് ജൂപ്പിറ്ററിനെ വണങ്ങുവാൻ പറഞ്ഞപ്പോൾ ഈ വൃദ്ധനായ ജൂഡാസ് മക്കാബേസ് എന്ന് പറയുന്ന ഈ വൃദ്ധനായ പുരോഹിതന്റെ മുന്നിൽ യഹൂദൻ വണങ്ങിയപ്പോൾ ഈ വൃദ്ധനായ പുരോഹിതന്റെ ജൂഡാസ് മക്കബേസിന്റെ ഹൃദയത്തിൽ വളരെ വൈരാഗ്യം ആളിക്കത്തി. ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത എരിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആ വണങ്ങിയ യഹൂദനെ കൊല്ലുകയും, ഈ വൃദ്ധനായ ഈ പുരോഹിതൻ വണങ്ങിയ യഹൂദനെ കൊല്ലുകയും മാത്രമല്ല വണങ്ങുവാൻ ആവശ്യപ്പെട്ട പടയാളിയെ താൻ കൊല്ലുകയും ചെയ്തു. താൻ കൊല്ലപ്പെട്ടു. പക്ഷെ താൻ കൊല്ലപ്പെട്ടപ്പോൾ തൻ്റെ ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ്റെ പേരാണ് മത്യാസ് എന്ന് പറയുന്നതാണ് പുരോഹിതൻ്റെ പേര്, ക്ഷമിക്കണം, മത്യാസ് എന്ന് പറയുന്ന പുരോഹിതൻ. ജൂഡാസ് മക്കബീസ് ആണ് മകൻ്റെ പേര്. മക്കബീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജൂഡാസ് ദ ഹാമർ എന്നാണ്. ഈ അപ്പൻ കൊല്ലപ്പെട്ടു, വണങ്ങിയ യഹൂദനെ കൊന്നു. അതുപോലെ തന്നെ ഈ ദൂതുമായിട്ട് കടന്നു വന്ന അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ പടയാളിയെ കൊന്നു. ഈ അപ്പനെ കൊന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജൂഡാസ് മക്കബേസ് അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു പോരാട്ടം നടത്തി അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുകയാണ്. പരാജയപ്പെടുത്തി അവരെ തോൽപ്പിച്ചു. തോൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് വീണ്ടും സൈന്യവുമായി യഹൂദനെ വകവരുത്തുവാനായിട്ട് അടുത്തു വന്നപ്പോൾ യെരുശലേമിനോട് അടുക്കുന്നതിന് മുമ്പ് കൃമിക്കിരയായി അദ്ദേഹം പുഴുക്കളും കൃമികളും അദ്ദേഹത്തെ പിടിച്ച് അദ്ദേഹം മരിച്ചു പോവുകയാണ്. അന്ത്യോക്യസ് എപ്പിഫാനസ് അങ്ങനെ രോഗം പിടിച്ച് കൃമിക്കിരയായി, പുഴുക്കൾക്കിരയായി അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ ഈ ജൂഡാസ് മക്കബേസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ദേവാലയം ശുദ്ധീകരിച്ച് യഹൂദന് ആരാധന ആരംഭിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ അദ്ദേഹം ദേവാലയത്തിൽ ഈ ആരാധന തുടങ്ങുവാനായിട്ട് ചെല്ലുമ്പോൾ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ആദ്യം ദേവാലയത്തിൻ്റെ അവരുടെ പ്രധാനപ്പെട്ട ആ വിളക്ക് കത്തിക്കണം. ആ വിളക്ക് കത്തിക്കുവാൻ എണ്ണ നോക്കിയപ്പോൾ അവിടെ ഒരു ദിവസം കത്തിക്കുവാനുള്ള എണ്ണയുള്ളൂ. എന്നാൽ ദേവാലയത്തിൻ്റെ ഡെഡിക്കേഷൻ 8 ദിവസം കൊണ്ടേ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഒരു ദിവസത്തെ എണ്ണയുള്ളൂ. നമ്മളവർക്ക് ഏതെങ്കിലും എണ്ണ എടുത്ത് കത്തിച്ചാൽ മതിയല്ലോ, ഇല്ലേ? പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇടിച്ചെടുത്ത ഒലിവെണ്ണ കൊണ്ട് മാത്രമേ അത് കത്തിക്കാനൊക്കെ ഉള്ളൂ. പിഴിഞ്ഞെടുക്കാൻ പാടില്ല, പ്രസ് ചെയ്യാൻ പാടില്ല. ക്ലിയറായിട്ടുള്ള ഒലിവെണ്ണ അത് പ്രത്യേക പ്രോസസ്സിൽ കൂടി അവരെടുക്കുന്നതാണ് ദേവാലയത്തിൽ കത്തിക്കുന്നത്. ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എണ്ണ ഒരു ദിവസം കൂടെ കത്തിക്കാനുള്ളൂ. പക്ഷെങ്കിൽ ഈ ജൂഡാസ് മക്കബേസ് അത് കത്തിക്കുകയാണ്. ആ കത്തിയ എണ്ണ കൊണ്ട് 8 ദിവസം ആ വിളക്ക് കെടാതെ കത്തി നിന്നെന്നാണ്, കത്തിക്കുവാൻ അവർക്ക് സാധിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണ് ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഹനൂക്ക എന്ന് പറയുന്ന യഹൂദൻ്റെ വിജയത്തിൻ്റെ സിമ്പിളായിട്ട് ഇന്നും നമ്മുടെ ക്രിസ്മസ് സമയത്ത്
യഹൂദൻ ഇന്നും ആ ഉത്സവം കൊണ്ടാടുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് ദേവാലയം മലിനീകരിച്ച് അവരുടെ ആരാധന നിർത്തിയ ശേഷം ജൂഡാസ് മക്കബീസ് ആരാധന പുനഃസ്ഥാപിച്ച കണക്ക് കൂട്ടിയാൽ കൃത്യം 2300 ദിവസമാണ്. അതിന് പറയുന്ന ദിവസം BC 144 165 എന്ന് പറയുന്നുണ്ട്. 2 ഡേറ്റുകൾ എനിക്ക് വായിപ്പാൻ സാധിച്ചു. BC 165 പുനഃസ്ഥാപിച്ചെന്നും BC 144 പുനഃസ്ഥാപിച്ചെന്ന് പറയുന്നു. ഏതായാലും കണക്ക് കൂട്ടി പഴയ വേദപണ്ഡിതന്മാർ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് ദേവാലയം മലിനീകരിച്ച് യാഗം നിർത്തിയ ശേഷം ജൂഡാസ് മക്കബീസ് ആരാധന പുനഃസ്ഥാപിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനം 2300 വർഷം തികഞ്ഞു എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഇതിൻ്റെ വേറൊരു വ്യാഖ്യാനം നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഭാഗത്തെ വെച്ചുകൊണ്ട് 2300 സന്ധ്യയും ഉഷസ്സും എന്നുള്ളത് വർഷമെന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് വില്യം മില്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം കണക്കാക്കിയിട്ട് പറഞ്ഞു 1844 ഒക്ടോബർ മാസം 22 യഹൂദൻ്റെ ദേവാലയം ശുദ്ധീകരിക്കുവാൻ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് പ്രഖ്യാപിച്ചു. വില്യം മില്ലർ ഈ വാക്യത്തെ ആധാരമാക്കിയാണ്. അദ്ദേഹം പറഞ്ഞു, ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലെ അസസ്സേലിന് ചീട്ട് വീണ കോലാട് സ്കേപ്പ് കോട്ട് എന്ന് പറയുന്നത് സാത്താനാണ്. വലിയ തെറ്റാണ്, കർത്താവിൻ്റെ നിഴലാണത്. ആ പാവം ചുമന്നത് കോലാട് സാത്താനാണെന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ട് വലിയൊരു ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ഈ കണക്കുകൾ കൃത്യമായി കണക്കാക്കി കാണിച്ചപ്പോൾ 2300 വർഷം തികയുന്നത് 1844 ഒക്ടോബർ 22 അത് മനസ്സിലാക്കിയ തൻ്റെ ഫോളോവേഴ്സ് വസ്തുക്കൾ വിറ്റ് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ അദ്ദേഹത്തോടു കൂടെ മുന്നോട്ട് വന്നു. 1844 ഒക്ടോബർ 22 കർത്താവ് മടങ്ങി വന്നില്ലേ? കർത്താവ് മടങ്ങി വരാതിരുന്നപ്പോൾ അവർ വളരെ നിരാശരായി. അവരിൽ പലരും നിരീശ്വരന്മാരായി. ആകെക്കുഴപ്പമായപ്പോൾ ഈ വില്യം മില്ലറിൻ്റെ പിൻഗാമികൾ വീണ്ടും ഭാഗിക്കപ്പെട്ടു, ബ്രോക്കണായിട്ട് മിസ്സസ് എലൻ ജി വൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ ഈ ഉപദേശമെടുത്ത് വീണ്ടും പഠിപ്പിച്ചു. യേശുക്രിസ്തു 2300 വർഷം തികയുമ്പോൾ ദേവാലയം ശുദ്ധീകരിക്കുന്നത് 2300 അവർ പറയുന്നത് കോരശ്, അതായത് പേർഷ്യൻ രാജാവായ കോരശ് ദേവാലയം പുതുക്കിപ്പണിയുവാൻ കൽപ്പന കൊടുക്കുന്ന ദിവസം തുടങ്ങി 2300 വർഷം കണക്കാക്കിയപ്പോഴാണ് 1844 ഒക്ടോബർ 22 വരുന്നത്. അവർ പഠിപ്പിച്ചു, ഈ എലൻ ജി വൈറ്റ് പഠിപ്പിച്ചു, യേശുക്രിസ്തു അന്ന് തന്നെ വന്നു, പക്ഷേ അത് ഭൂമിയിലുള്ള ദേവാലയത്തിലല്ല വന്നത്, അദ്ദേഹം അതിവിശുദ്ധ സ്ഥലമായി സ്വർഗത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു. അതായത് ആദ്യം വില്യം മില്ലർ പറഞ്ഞു ഭൂമിയിലെ ദേവാലയം വിശുദ്ധീകരിക്കാനായിട്ട് കർത്താവ് വരും ആ ദിവസം. എന്നാൽ അത് പരാജയപ്പെട്ടപ്പോൾ അവരുടെ പിൻഗാമിയായി എലൻ ജി വൈറ്റ് പഠിപ്പിച്ചു, ഭൂമിയിലെ ദേവാലയമല്ല, സ്വർഗത്തിലെ ദേവാലയം വിശുദ്ധീകരിക്കാൻ കർത്താവ് അവിടോട്ട് പോകും. നമുക്കറിയാം കർത്താവ് അപ്പോഴല്ല പോയത്. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ച് 40 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലോട്ട് കർത്താവ് കടന്നു പോയതാണ്. ഇവർ പഠിപ്പിച്ചു 1844 ഒക്ടോബർ 22 അവിടെ പോയത്. ഇവരുടെ ഫോളോവേഴ്സ് ആരാന്നറിയാമോ? സെവൻത് ഡേ അഡ്വന്റിസ്റ്റ്. ഇവരുടെ പിൻഗാമികളാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ എലൻ ജി വൈറ്റിൽ കൂടെയാണ്. ദുരുപദേശത്തിൽ നിന്ന്, ഈ ദാനിയേലിന്റെ പ്രവചന വ്യാഖ്യാനത്തിൽ നിന്ന്, ദുരുപദേശത്തിൽ നിന്നാണ് അവരുണ്ടായിരിക്കുന്നത്. ഒന്നാമത് അവർക്ക് തെറ്റിപ്പോയത്, ഇവിടെ പരിശുദ്ധാത്മാവ് പ്രത്യേകം രേഖപ്പെടുത്തി 2300 സന്ധ്യയും ഉഷസ്സും ദിവസമാണ്. അവർ കണക്കാക്കിയ 2300 വർഷമെന്നാണ്. അവർ കണക്കാക്കിയത് കോരശ് ദേവാലയം പുതുക്കിപ്പണിയുവാൻ സമയം കൊടുക്കുന്നത് തുടങ്ങി ദിവസത്തിന് പകരം വർഷങ്ങൾ കണക്കാക്കിയപ്പോൾ 1844 ഒക്ടോബർ 22 വരുമെന്ന് പറഞ്ഞു. അത് തെറ്റായ വ്യാഖ്യാനമാണ്. ഇന്ന് ലോകത്തിലെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന് പറയുന്നവർ ഈ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിലാണ് ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. കാരണം ഈ ഭാഗം പഠിച്ചുകൊണ്ട് ഞാനത് ചൂണ്ടിക്കാണിക്കുകയാണ്. വീണ്ടും നമുക്ക് അന്ത്യോക്കസ് എപ്പിഫാനസിലേക്ക് കടന്നു വരാം. ഇവിടെ നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്കവാറും ചെയ്തിട്ടുണ്ട്, എല്ലാം തന്നെ ചെയ്തുവെന്ന് ചിന്തിക്കാം. എന്നാൽ
അന്ത്യോക്യസ് എപ്പിഫാനസ് എങ്ങനെയാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന രാജാവ് എങ്ങനെയാണ് നശിച്ചു പോകുന്നതെന്നുള്ളത് നമുക്ക് 25-ാം വാക്യം നോക്കാം. അവൻ നൈബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുകയും പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിൽക്കുകയും കൈതൊടാതെ തകർന്നു പോവുകയും ചെയ്യും. അവൻ തകർന്നു പോകുന്നത് കൈതൊടാതെയാണ്. 2-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം നോക്കിയേ. നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നില്ല. 2:45, 2-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം. കൈ തൊടാത്തൊരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞുവന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്തുകളയും. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിലാണ് അന്തിക്രിസ്തു തകർക്കപ്പെടുന്നത്. ഈ ഭാഗം മാത്രം വ്യാഖ്യാനിച്ചാൽ മതി. സ്ക്രിപ്ചർ കൊണ്ട് വ്യാഖ്യാനിച്ചാൽ മതി. വളരെ വ്യക്തമായിട്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നു, അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുന്ന അന്തിക്രിസ്തു എന്ന് പറയുന്ന ഭരണകർത്താവിനെ തകർക്കുന്നത് കൈ തൊടാത്ത കല്ല് പറഞ്ഞുവെന്നാണ്. യേശുക്രിസ്തുവാണ്. അന്ത്യോക്യസ് എപ്പിഫാനസ് സ്വാഭാവിക മരണമാണ് സംഭവിച്ചത്. 2, ഇവിടെ രേഖപ്പെടുത്തി അന്ത്യകാലത്താണ് പ്രത്യക്ഷപ്പെടേണ്ടത്. അന്ത്യോക്യസ് എപ്പിഫാനസ് അന്ത്യകാലത്തല്ല കടന്നു വന്നത്. മാത്രമല്ല, 3-ാമത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ശൂന്യമാക്കി നമ്മളേച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ അന്ത്യോക്യസ് എപ്പിഫാനസ് അലക്സാണ്ടറിൻ്റെ ഭരണകൂടം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞപ്പോൾ ദേവാലയം മലിനീകരിച്ചു എന്നുള്ള സത്യമാണ്. എന്നാൽ കർത്താവ് യഹൂദന് അന്ത്യകാലത്തെക്കുറിച്ച് അവർക്ക് സൂചന കൊടുത്തപ്പോൾ മത്തായി 24:15 വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളത് കാണുമ്പോൾ, ദേവാലയം മലിനീകരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് പീഡനെ അടുത്തിരിക്കാൽ ഓടിക്കൊള്ളുവാനായിട്ട് പറഞ്ഞു. ഭാവിയിൽ അത് സംഭവിക്കേണ്ടതാണ് കൃത്യം. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, അന്ത്യോക്യസ് എപ്പിഫാനസ് ഇത് സംഭവിച്ചത് ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നു. സിറിയയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. സിറിയയിൽ നിന്ന് വന്നതുകൊണ്ടാണ് അന്തിക്രിസ്തുവും സിറിയയിൽ നിന്ന് വരും എന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം. സിറിയക്കാരനായിരിക്കും, റോമൻ പൗരത്വമുള്ളവനായിരിക്കും, യഹൂദൻ, അപ്പോസ്റ്റേറ്റ് യഹൂദനായിരിക്കും എന്നൊക്കെ പഠനം വരാൻ കാരണം ഈ ഭാഗത്തു നിന്നാണ്. കാരണം ഈ 9-ാം വാക്യത്തിൽ ഈ ചെറിയ കൊമ്പ് പുറപ്പെട്ട് തെക്കോട്ടും കിഴക്കോട്ടും മനോഹരദേശത്തിന് നേരെയും ഇടിക്കുന്നു. തെക്കോട്ട് എന്ന് പറയുമ്പോൾ ഈജിപ്തിലോട്ട്, കിഴക്കോട്ടെന്ന് പറയുമ്പോൾ പേർഷ്യയും ഗ്രീസും ഇടിക്കുന്നു, മനോഹരദേശം എന്ന് പറയുമ്പോൾ പലസ്തീൻ. അപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിൽ ഈ പ്രത്യക്ഷപ്പെട്ട ചെറിയ കൊമ്പ് ഇടിക്കാത്തൊരു സ്ഥലമുണ്ട്, സിറിയ. താൻ ഇടിക്കുന്ന 3 സ്ഥലം നോക്കിയേ. തെക്കോട്ടിടിക്കുന്നു, ഈജിപ്തിലോട്ടിടിക്കുന്നു, കിഴക്കോട്ടിടിക്കുന്നു, പേർഷ്യയും ഗ്രീസും ഇടിക്കുന്നു, മനോഹരദേശത്തിന് നേരെ ഇടിക്കുന്നു, പലസ്തീനിലേക്ക് ഇടിക്കുന്നു. എന്ന് പറഞ്ഞാൽ താൻ എഴുന്നേറ്റ് വരുന്ന സ്ഥലം സിറിയയുടെ ഭാഗത്തോട്ട് ഇടിക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ അന്ത്യോക്യസ് എപ്പിഫാനസും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അന്തിക്രിസ്തു ഭാവിയിൽ സിറിയൻ ആയിരിക്കും, ആ പ്രദേശത്ത് നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് വ്യാഖ്യാനിക്കുന്നു. ഏതായാലും കൊള്ളാം. മെയ് 1-ാം തീയതി സംഭവിച്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ പത്രത്തിൽ. യൂറോപ്യൻ കോമൺ മാർക്കറ്റ് 25 രാഷ്ട്രങ്ങളായി കഴിഞ്ഞു. 15 രാഷ്ട്രങ്ങളുള്ള ബന്ധത്തിൽ 8 ഫോർമർ കമ്മ്യൂണിസ്റ്റ് നേഷൻസും മാൾട്ടയും ഗ്രീസും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സൈപ്രസും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 25 രാഷ്ട്രങ്ങൾ ചേർന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതലങ്ങൾ മിക്കവാറും ഉൾപ്പെട്ട് കഴിഞ്ഞു. നമുക്കൊരു കാര്യം അറിയാം, അന്ത്യകാലമാകുമ്പോൾ ഈ പ്രദേശത്ത് നിന്ന് അവസാനം അതൊരു 10 രാജ്യമായിട്ട് ചുരുങ്ങും. എന്നാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വാണിജ്യ ബ്ലോക്കായിട്ട് യൂറോപ്പ് തീർന്ന് കഴിയുകയാണ്. ഞാൻ വിചാരിക്കുന്നു ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ വളരെ ശീഘ്രഗതിയിൽ ലോക സംഭവങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഇവിടെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ പ്രശ്നം നോക്കുന്നു. അന്തിക്രിസ്തു വിശുദ്ധ മന്ദിരത്തെ മലിനീകരിക്കുന്നത് നമുക്കറിയാം പീഡന കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്താണ്. നമ്മൾ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ യഹൂദൻ്റെ 70-ാം ആഴ്ചവട്ടത്തെക്കുറിച്ച് പഠിക്കുന്നു. 70-ാം ആഴ്ചവട്ടം 7 വർഷം. 7 വർഷത്തിൻ്റെ മധ്യഭാഗം 3.5 വർഷം കഴിയുമ്പോഴാണ് അന്തിക്രിസ്തു ദേവാലയം മലിനീകരിക്കുന്നത്. മലിനീകരിച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇതിനൊരു യഥാസ്ഥാനം ഉണ്ടാകുന്നത്? യഹൂദൻ്റെ നിരന്തര ഹോമയാഗം നിർത്തുന്നു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു. പീഡനകാലത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ച് അന്തിക്രിസ്തു യഹൂദൻ്റെ ദേവാലയത്തെ മലിനീകരിച്ച ശേഷം എത്ര കാലം നിൽക്കും? ഹൗ ലോങ്? 2300 സന്ധ്യയും ഉഷസ്സും.
അപ്പോൾ 2300 സന്ധ്യയും ഉഷസ്സും എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കണക്കുകൾ എഴുതി കാണിക്കണമെന്ന് വിചാരിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചോണം. അതായത് 3.5 വർഷം മലിനീകരിച്ച് 3.5 വർഷം കഴിയുന്നു. 3.5 വർഷം എന്ന് പറയുന്നത് നേരത്തെ നാം ചിന്തിച്ചു 1260 ദിവസമാണ്. 1260 ദിവസം. അപ്പോൾ ഇവിടെ പറഞ്ഞ 2300 ദിവസത്തിൽ നിന്ന് 1260 ദിവസം കൂടെ കുറച്ചാൽ ശേഷിക്കുന്നത് 1040 ദിവസമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ അത് വിശദീകരിക്കാം. എനിക്കറിയാം അല്പം ബുദ്ധിമുട്ടുണ്ട് സഹോദരി സഹോദരന്മാരെ, ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം 13ഉം 14ഉം പറഞ്ഞിരിക്കുന്നത് അന്തിക്രിസ്തു യഹൂദന്റെ ദേവാലയം മലിനീകരിച്ച് നിരന്തര ഹോമയാഗം നിർത്തലാക്കുമ്പോൾ എത്രത്തോളം ഹൗ ലോങ് ഇറ്റ് വിൽ ബി ഗബ്രിയേൽ വെളിപ്പെടുത്തി കൊടുത്തു. 2300 സന്ധ്യയും ഉഷസ്സും. പീഡനകാലത്തിൻ്റെ മധ്യഭാഗം, പീഡനകാലം യഹൂദനോട് ഉടമ്പടി ചെയ്ത് 3.5 വർഷം കഴിഞ്ഞു. 3.5 വർഷം കഴിഞ്ഞപ്പോൾ അന്തിക്രിസ്തു യഹൂദന്റെ ദേവാലയം മലിനീകരിക്കുന്നു, നിരന്തര ഹോമയാഗം നിർത്തലാക്കുന്നു. അത് കഴിഞ്ഞ് അന്തിക്രിസ്തു മരിക്കണമെങ്കിൽ, യേശുക്രിസ്തു മടങ്ങി വന്ന് അവനെ നശിപ്പിക്കണമെങ്കിൽ 3.5 വർഷം കഴിയണം. ആ 3.5 വർഷം 1260 ദിവസമാണ്. 1260 ദിവസം കൂടെ കർത്താവ് വന്നിട്ട് വീണ്ടും 1040 ദിവസം കൂടെ കഴിയണം 2300 തികയാൻ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടായ ശേഷം വീണ്ടും 1040 ദിവസം കൂടെ കഴിയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 2300 സന്ധ്യയും ഉഷസ്സും തികയും. പിടികിട്ടിയോ? ഒന്നുകൂടെ ഞാൻ പറയാം, ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ ഒന്നുകൂടെ പറയാം. യഹൂദന്റെ ദേവാലയം അന്തിക്രിസ്തു മലിനീകരിക്കുന്നു. പീഡനകാലത്തിന് മധ്യഭാഗം 3.5 വർഷം കഴിഞ്ഞാൽ അവൻ മലിനീകരിക്കുന്നു. ആ 3.5 വർഷം കഴിഞ്ഞ് യേശുക്രിസ്തു വന്ന് അവനെ ഗന്ധം കത്തുന്ന ദീപയിലേക്ക് തെല്ലിക്കളയുവാനായിട്ട് 3.5 വർഷം എടുക്കും. 3.5 വർഷം കഴിയുമ്പോൾ കൈ തൊടാത്ത കല്ല് വന്ന് തകർത്ത് കളയുന്നു. 1260 വർഷം തികയും, ദിവസം കഴിയും. ദേവാലയം മലിനീകരിച്ച് 1260 ദിവസം കഴിയുമ്പോൾ യേശുക്രിസ്തു മടങ്ങി വരും. യേശുക്രിസ്തു മടങ്ങി വന്ന് 1040 ദിവസം കൂടെ കഴിയുമ്പോൾ, 1040 ദിവസം എന്ന് പറഞ്ഞാൽ 2 വർഷവും 10 മാസവും 20 ദിവസവും എന്ന് പറഞ്ഞാൽ 3 വർഷമില്ല, 2 വർഷവും 10 മാസവും 20 ദിവസവും കഴിയുമ്പോൾ, യേശുക്രിസ്തു മടങ്ങി വന്ന് 1040 ദിവസം കഴിയുമ്പോൾ യഹൂദന് വീണ്ടും ദേവാലയത്തിന് പുനഃസ്ഥാപനമുണ്ടാകും. വീണ്ടും ദേവാലയം പണിയപ്പെടും. ഇതാണ് എസെക്കിയേൽ 41-ന്റെ 1 തൊട്ട് 43 വരെ പറഞ്ഞിരിക്കുന്നത്. എസെക്കിയേൽ 41-ന്റെ 1 തൊട്ട് 43 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ ദേവാലയത്തിൻ്റെ പുതിയ ദേവാലയം, അതായത് സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് വീണ്ടും ദേവാലയം പണിയപ്പെട്ട് യാഗങ്ങൾ പുനഃസ്ഥാപിക്കും. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എന്തിനാണ് ദൈവം ഈ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ ഈ പ്രവചനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നത്? ഗ്രീക്കിൻ്റെ പ്രദേശം, സിറിയയുടെ പ്രദേശങ്ങളൊക്കെ നാം ജീവിക്കുന്ന ദിവസങ്ങളിൽ ഉണർന്നു കഴിഞ്ഞു. യൂറോപ്പ് വീണ്ടും ചലനാത്മകമായി ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വ്യാപാര ബ്ലോക്കായിട്ട് 25 രാഷ്ട്രങ്ങൾ ചേർന്ന ഒരു വലിയ വാണിജ്യ ബ്ലോക്കായി മാറിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് വളരെ വലുതായിരിക്കും. എന്നാൽ അവസാനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പഠനത്തിൽ നിന്ന് ഓർത്തതുപോലെ ഇവരെ ഒന്നിപ്പിച്ചുകൊണ്ട്, 10 രാജ്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ശക്തനായ റോമൻ സാമ്രാജ്യത്തിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കണമെങ്കിൽ ആ ചെറിയ കൊമ്പ് മുളച്ചു വരണം. അവൻ മുളച്ചു വരുവാൻ വേണ്ടി ലോകത്തിൻ്റെ രാഷ്ട്രീയ ഗോളങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ 2 കാര്യം ഓർക്കാം. ഒന്ന്, ദൈവം വെളിപ്പെടുത്തിയ പോലെ ചരിത്രം എത്ര കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്നവനും ചരിത്രത്തെ നിയന്ത്രിക്കുന്നവനും ജീവിക്കുന്ന ദൈവമാണ്. 2, ഈ അന്ത്യകാലത്തുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അന്തിക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടുവാൻ സിറിയയുടെ പ്രദേശങ്ങൾ, കഴിഞ്ഞുപോയ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രദർശനങ്ങളൊക്കെ ചലനാത്മകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉണർന്ന് വിശ്വസ്തയോടെ ജീവിക്കാം. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവർ ഹൃദയം തുറന്നുകൊടുത്ത് രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷ ഉറപ്പാക്കുക. രക്ഷിക്കപ്പെട്ട ദൈവജനം വിശുദ്ധിയോടെ നോക്കിപ്പാർക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 9-ാം അധ്യായം വായിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള കണക്കാണ്. കഴിയുന്നത് ആ കണക്കുകളിവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ആ ക്ലാസ്സുകൾ എടുക്കാം.
ഒരു ദീർഘമായ പഠനമാണ് 9-ന്റെ 70-ാം ആഴ്ചവട്ടം. ശ്രദ്ധേയമായ പഠനമാണ്. പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനമാണ്. പ്രാർത്ഥനയോടുകൂടി കടന്നു വരാം, പ്രാർത്ഥിക്കാം.